ഡോക്ടർ ബി അശോക്, ഇന്നലെയും ഇന്നുമായി അങ്ങ് ഒരുപാട് കാര്യങ്ങൾ തുറന്നടിക്കുകയാണ്. ഒരു ഭരണമാറ്റം ഉറപ്പിച്ചുകൊണ്ടാണോ ഈ നിമിഷം അദ്ദേഹം താങ്കൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അല്ലെങ്കിൽ വെളിപ്പെടുത്താമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അന്യായമായ സസ്പെൻഷൻ ഓർഡർ എന്തിനാണ് ഇപ്പോൾ ലഭിച്ചതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ശ്രീ ബി അശോക്, സാധാരണഗതിയിൽ IAS ഉദ്യോഗസ്ഥർക്ക് ഈ കാരണം കാണിക്കൽ നോട്ടീസ് തരുമ്പോൾ നിങ്ങൾ അതിന് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുകയാണ് ചെയ്യുക. സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അതിന് വിശദീകരണം നൽകുക അങ്ങ് നേരിട്ട് നൽകുകയാണ് ചെയ്യുക. പക്ഷേ പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ലേഖനത്തിലൂടെയൊക്കെ പ്രതികരിക്കാൻ അങ്ങ് തയ്യാറായിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏറ്റവും ഒടുവിലെടുക്കാൻ കേൾക്കുന്നില്ലേ ശ്രീ ബി അശോക്? ഞാൻ ചോദിച്ചത്, സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. മറുപടിയും ചോദ്യവും ഒക്കെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങ് പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ഒരു സെക്കൻഡ് ഇതിപ്പോ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. അതിന് സാധിക്കില്ല. എന്നെ സൃഷ്ടിച്ചവർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയാണോ ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം എന്താണ് എനിക്ക് ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്കിത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എൻ്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെന്റും തമ്മിലുള്ളൊരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചട്ടം എപ്പോൾ പാലിക്കണമെന്നും എപ്പോഴത് മറികടക്കണമെന്നും എപ്പോൾ മറികടക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. അല്ലല്ല, എന്റെ ചോദ്യത്തിൽ ഒരു ദുരന്തവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്കൊരു തർക്കം ഇല്ല. എനിക്കൊരു താല്പര്യം. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ചട്ടം ലംഘിച്ചെങ്കിൽ താങ്കൾ എന്തായാലും തല വെട്ടിക്കളയോ? ഒന്നുമില്ല. അതിനൊരു നടപടിക്രമമുണ്ട്. അത് ഞാൻ ആൻസർ ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു. അങ്ങ് ചട്ടം ലംഘിച്ചോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. You are wasting your own time. What is the material question? You come to that. ചോദിച്ചോളൂ. അങ്ങ് ചോദ്യം കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അങ്ങ് ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലല്ലോ. അല്ല, പറഞ്ഞോളൂ. ഞാൻ അങ്ങേക്ക് ഒരു കുറ്റപത്രം നൽകാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. അങ്ങ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നടിക്കൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ചോദ്യം? അങ്ങേക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അടുത്ത റൗണ്ട് ഒന്നുമില്ല. ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ അവരെ ഒഴിവാക്കാം. എനിക്കതിന് സമയമില്ല. അതുകൊണ്ടാണ്. ദയവായിട്ട് മനസ്സിലാക്കി, എനിക്കൊരു ചോദ്യവും നിങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടില്ല. എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ചോദ്യം? ഡോക്ടർ ബി അശോക്, ഞാൻ അങ്ങയോട് ആദ്യം തന്നെ ചോദിച്ചു, ഏറ്റവും ഒടുവിലത്തെ ഒരു തീരുമാനമായിട്ടാണ് ശക്തമായ പ്രതികരണവുമായി പുറത്തു വരാൻ തീരുമാനിക്കുക. അപ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യം അങ്ങ് ഉറപ്പിക്കുകയാണോ? ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യം അങ്ങ് ഉറപ്പിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. ഒരു ചോദിച്ചത് തെറ്റായ ചോദ്യമാണോ? ഈ സർക്കാർ താഴെ ഇറങ്ങുന്ന സർക്കാരാണ്. അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ അധികാരമില്ലാത്തൊരു സർക്കാരാണ്. അങ്ങേക്ക് സസ്പെൻഷൻ ഓർഡർ തന്ന അങ്ങ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ജനം വിധി എഴുതി കഴിഞ്ഞ ശേഷമുള്ള ഒരു നടപടിയായിട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പൂർണ്ണമായ അധികാരമില്ലാത്ത സർക്കാരാണ്. ശരി, 4-ാം തീയതി ജനവിധി വന്നാലുടൻ ഒരു കാവൽ സർക്കാരല്ലേ? ഞാൻ അങ്ങയുടെ നിയമപരമായ സംശയമാണ് ചോദിക്കുന്നത്. ഒരു കാവൽ സർക്കാരിന് അങ്ങനെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല എന്നാണോ, അതോ ധാർമ്മികമായി അതിന് സാധ്യമല്ല എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്?
അല്ല, സാങ്കേതികമായിട്ട് സർക്കാരിന് അവസാനത്തെ ഇപ്പോൾ സർക്കാർ രാജിവെക്കാൻ പോകുന്നു. 4-ാം തീയതി ജനവിധി എതിരാണെന്ന് വെക്കുക. സർക്കാർ വൈകുന്നേരം 6 മണിക്ക് രാജി മുഖ്യമന്ത്രി സമർപ്പിക്കുന്നു. 5:55 തീരുമാനമെടുക്കാം. പക്ഷേ അത് ഔചിത്യപൂർണ്ണമാണോ? കാരണം ജനവിധി നഷ്ടപ്പെട്ടത് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമല്ലേ. ഈ തീരുമാനം ഇന്നലെ എടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോ അത്യാവശ്യം എന്തിനാണ് ഉണ്ടാകുന്നത്? അത് ജനവിധി വീണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം എടുക്കാമല്ലോ. അപ്പോൾ എന്തിനാണ് തിരക്കിട്ടെടുക്കുന്നത്? അപ്പോൾ ഔചിത്യത്തിൻ്റെതായ പ്രശ്നമുണ്ട്. സാങ്കേതികമായിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം, അത്രയേ ഉള്ളൂ. ശരി, അങ്ങ് സാങ്കേതികമായിട്ട് ഞാൻ രാജിക്കത്ത് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള മിനിറ്റിൽ എടുക്കുന്ന തീരുമാനവും നിയമപ്രകാരമായിരിക്കും. ശരി, ഭരണഘടനാബാഹ്യമായ അധികാരം കേന്ദ്രമുണ്ട് ഈ സർക്കാരിൽ എന്നുള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണല്ലോ. അങ്ങ് KM എബ്രഹാമുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഈ ധനവകുപ്പിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന് അങ്ങ് പറയുമ്പോൾ അതിൽ അങ്ങേക്ക് കൃത്യമായ അഴിമതിയുമായി ബന്ധപ്പെട്ട സൂചനകൾ അങ്ങയുടെ പക്കലുണ്ടോ, അതോ അങ്ങയുടെ സംശയങ്ങളാണ്? ഇല്ല, ഇതെല്ലാം വളരെ വൈൽഡ് ഷോട്ട്സ് ആണ്. നിങ്ങൾക്ക് ചോദ്യത്തെപ്പറ്റി രൂപം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന ധനവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കേണ്ട അവരുടെ സബ്ജക്റ്റിൽ വരുന്ന ഒരു വിഷയമാണ്, ഒരു ഫണ്ട് ബോർഡാണ് കിഫ്ബി. പക്ഷേ അതിൻ്റെ ധനകാര്യ ഇൻഫ്രാസ്ട്രക്ചർ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് കൂടി പ്രവർത്തിക്കുന്ന എബ്രഹാം പലപ്പോഴും ധനവകുപ്പിൻ്റെ മാൻഡേറ്റ് കൂടി മറികടന്നുകൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതായിട്ടും ധനവകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് കിഫ്ബിയുടെ പദ്ധതികളിൽ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും, ആധാരമില്ലാതെ ഞാനൊന്നും പറയില്ല. കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത OS 1/23 എന്ന് പറയുന്ന 2023 എന്ന് പറയുന്ന ഒറിജിനൽ സൂട്ട് ഫയൽ ചെയ്യേണ്ടെന്നായിരുന്നു ധനകാര്യ വകുപ്പിൻ്റെ അഭിപ്രായം. അത് മറികടന്ന് ക്യാബിനറ്റ് കൊണ്ട് തീരുമാനമെടുപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ധനവിനിയോഗ നിയന്ത്രണങ്ങൾക്കെതിരെ കൊണ്ടുചെന്ന് ആർട്ടിക്കിൾ 293(4) ഫയൽ ചെയ്ത കേസ് എബ്രഹാം കിഫ്ബിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യിച്ചതാണ്. അതിന് വലിയ തിരിച്ചടിയുണ്ടായി. ആ കേസ് വിജയിച്ചതുമില്ല, ഇൻ്ററിം ഓർഡർ ലഭിച്ചതുമില്ല. കേന്ദ്ര ധനകാര്യ വകുപ്പ് കേരളത്തെ അതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ധനവകുപ്പിൻ്റെ നിയന്ത്രണത്തിനപ്പുറം കിഫ്ബി പ്രവർത്തിക്കുന്നതായിട്ട് അറിയാം. അക്കാര്യമാണ് സൂചിപ്പിച്ചത്. ഞാൻ അഴിമതിയിലേക്ക് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തില്ല. ഇതെല്ലാം കൂട്ടിക്കെട്ടുകയാണ്. എന്താണ്, ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ സർക്കാരുമായി രണ്ടാണ്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ എല്ലാ ഘട്ടത്തിലും അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യം അഴിമതിയില്ലാത്ത സർക്കാരാണ്. മുൻ UDF സർക്കാരുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാമോ എന്നുള്ളതാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. അഴിമതി അറിയാൻ സെക്രട്ടേറിയറ്റിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ലാത്തൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റേത് വാർത്തകൾ പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു, അതില്ലാത്ത രീതിയിൽ അത് കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങേക്ക് അതിന്റെ സൂചനകൾ അല്ലെങ്കിൽ നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളുണ്ട് എന്നാണോ കരുതേണ്ടത്? അല്ല, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന് സംസാരിച്ച എവിടെയും ഞാനൊരു സ്പെസിഫിക് അഴിമതി അരങ്ങേറിയെന്ന് ഞാൻ ആരോപിച്ചിട്ടില്ല ഇന്നലെ വൈകിട്ട് തൊട്ട്. അതേസമയം ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ ക്രമവിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്രമപരമായി നടത്താവുന്ന കാര്യങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒരു അമിതാധികാര പ്രയോഗത്തിൻ്റെ സൂചനകളായിട്ട് എടുക്കാം. അല്ലാതെ സ്പെസിഫിക് ആയിട്ടൊരു അഴിമതി ആരോപണം ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ആരോപിച്ചിട്ടില്ല. അതേസമയം ഈ ക്രമക്കേടുകൾ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട പല ആസ്പെക്റ്റുകളും ഉണ്ട്. പ്രത്യേകിച്ച് കടമെടുക്കുന്ന നിരക്കുകൾ, കടമെടുത്ത ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കിഫ്ബി അവരുടെ നിയമപ്രകാരമാണോ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിലാണോ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കേണ്ട സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. വ്യക്തമായ ആധാരമോ തെളിവോ ഇല്ലാതെ ഈ ക്രമരാഹിത്യത്തിൽ നിന്നും ഒരു അഴിമതിയിലേക്ക് കുതിച്ചു കയറാനും മാത്രം അതിനേക്കാൾ എനിക്ക് പരിചയസമ്പന്നതയുണ്ട്. പരിശോധിക്കപ്പെടേണ്ട പല ആസ്പെക്ട്സും ഇതിനകത്തെല്ലാം ഉണ്ട്. അങ്ങീ പറഞ്ഞ വയനാട് അഴിമതി ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്റെ മുന്നിൽ ഇപ്പോൾ ആവശ്യമായ ഡേറ്റയോ അല്ലെങ്കിൽ മറ്റു തെളിവുകളോ ഇല്ല. അതിലേക്ക് ഞാൻ അതുകൊണ്ട് കടക്കുന്നുമില്ല. ശരി, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടും അങ്ങ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അങ്ങ് ആ വീടുകളുടെ എണ്ണത്തിൽ ഒരു പിഴവുണ്ടായിരുന്നു. 178 വീടുകളാണ്. പക്ഷേ അതിൽ 40 വീടുകൾ ഏറ്റവും ആദ്യം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം 7 വീടുകളുടെ താക്കോലാണ് കൊടുത്തത്. അതിനിടയ്ക്ക് നടന്ന ചില പരിശോധനകളും കണ്ടു. അപ്പുറത്ത് മുസ്ലിം ലീഗ് 51 വീടുകൾ വളരെ വേഗം കൊടുക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ വീടുകൾ ഈ പറയുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് ഏൽപ്പിച്ചവരുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് ചില സംശയങ്ങളുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിൽ വലിയ രീതിയിൽ പ്രാഗൽഭ്യമില്ലാത്തവരെയാണ് ഏൽപ്പിച്ചത് എന്ന അഭിപ്രായമാണോ? കാര്യങ്ങൾ എന്തോ അല്ലല്ല ഇതൊക്കെ നല്ല മലയാളമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നതൊന്നും. ഞാൻ പറഞ്ഞത് എല്ലാ കൺസ്ട്രക്ഷനും ഒരു ഏജൻസി ചെയ്യുന്നതിന് പകരം പല ഏജൻസികൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഒന്നിലധികം ഏജൻസികൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു വേള കുറേ കൂടെ ഫാസ്റ്ററായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ തീർക്കാൻ സാധിച്ചേനെ.
അതായിരുന്നു എൻ്റെ പോയിന്റ്. ഈ 178 300 വീടുകൾ നമുക്ക് പണി കഴിപ്പിക്കാം. പക്ഷേ പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആഗ്രഹിച്ചതുപോലെ വിഷുദിനത്തിൽ അതിൻ്റെ താക്കോൽദാനവും അവരുടെ താമസവും ആരംഭിക്കാനായിട്ട് കഴിഞ്ഞതായിട്ട് കാണുന്നില്ല. അതിൻ്റെ പേരിൽ കുറേ മാധ്യമ പരാമർശങ്ങളും കാര്യങ്ങളും വന്നു. ULCCയുടെ ഗവൺമെൻറ്റിലെ റോളിനെ കുറിച്ച് വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് ഒരുപക്ഷെ ULCCയെ ഉപയോഗിക്കാമായിരുന്നു, മറ്റ് ഏജൻസികളെ ഉപയോഗിക്കാമായിരുന്നു, അതായിരുന്നു ഒരുപക്ഷെ കുറച്ചുകൂടി നല്ലൊരു മാനേജീരിയൽ ഓപ്ഷൻ എന്നാണ് മറുപടി പറഞ്ഞത്. ശരി, എക്സിറ്റ് പോൾ അതുകൊണ്ട് ഫലങ്ങൾ അപകടമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ വീടുകൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന തോതിൽ അത് കൈമാറ്റം ചെയ്യാൻ പറ്റിയില്ല. ശരി, അതാണ് പിന്നെ കണ്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ 10 എണ്ണവും തുടർഭരണം ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 2021 എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച അല്ലെങ്കിൽ കൃത്യതയോട് ചേർന്ന് നിൽക്കുന്ന ഫലം പ്രവചിച്ച ടുഡേസ് ചാണക്യ ഇപ്പോൾ പറയുന്നത് തൂക്കുസഭയായിരിക്കും എന്നുള്ളതാണ്. അതിനോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങ് അത് കണ്ടിരിക്കുന്നു എന്ന് കരുതിയാണ്. UDF 60 മുതൽ 78 വരെ സീറ്റുകൾ നേടുമെന്നും LDF 55 മുതൽ 73 വരെ നേടുമെന്നും NDA 3 മുതൽ 11 വരെ നേടുമെന്നാണ് പറയുന്നത്. അല്ല, അതിൽ വന്നിരിക്കുന്ന പ്രധാന വ്യത്യാസം NDAയുടെ സ്കോർ 11 വരെ സാധ്യതയുണ്ട് എന്ന് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ അവരുപയോഗിച്ചിരിക്കുന്ന സാമ്പിള് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ആധികാരികത ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് അതിൽ കാണുന്നതായ വ്യത്യാസം. NDA നേടുന്ന അവരുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണ്? ഈ 11 സീറ്റ് എന്ന് പറയുന്നു, പക്ഷേ NDAയുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണ്? NDAയുടെ 20%, BJP 20% എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും, കാരണം ബാക്കി എല്ലാ സർവേകളും അവർക്ക് 14 മുതൽ 16% വരെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ശിഷ്ടം വരുന്ന 6% വോട്ട് UDFിലേക്കും LDFിലേക്കും ആയിരിക്കും ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം 20% വോട്ട് ഷെയർ NDA മുന്നണിക്ക് കേരളത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ നേട്ടമാണ്. കാരണം അവരുടെ ബെസ്റ്റ് ലോക്സഭാ ഇലക്ഷനിൽ 19% അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ സുരേഷ് ഗോപി ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ അതിനെ അതിജീവിച്ച് 1% കൂടി വോട്ട് നേടിയാൽ ടുഡേസ് ചാണക്യ സംഘത്തിലേക്ക് വരും. സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ കക്ഷി കൂടുതൽ വോട്ട് നേടുമ്പോൾ മറ്റ് 2 കക്ഷികളുടെയും മാർജിൻ താഴേക്ക് വരും. പക്ഷേ അത് ഈ പറയുന്ന മാതിരി 2 സീറ്റിൽ വരുമോ 4 സീറ്റിൽ വരുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും സാധിക്കുകയില്ല. 25% പോയാൽ നെക്ക് ആൻഡ് നെക്ക് കണ്ടസ്റ്റിലേക്കും വരും. പക്ഷേ അത് കിട്ടുമോ എന്നുള്ളത് പിന്നെ കാണേണ്ട കാര്യമാണ്. കാരണം ബാക്കി എല്ലാ സർവേകളും ഏതാണ്ട് താരതമ്യം ചെയ്യാവുന്ന സാമ്പിളിൽ നിന്നും 14, 15, 16, 13 ആണ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിലെ കാർഡിനലായിട്ടുള്ള വ്യത്യാസം. അത് വരുമോ വരില്ലയോ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് വരുന്ന സാഹചര്യത്തിൽ അത് നോക്കേണ്ട കാര്യമുള്ളൂ. പേഴ്സണലി സ്പീക്കിംഗ് അതിൻ്റെ സാധ്യത കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം ഇതാണ്, മറ്റൊന്നുമല്ല, ഈ വോട്ടെന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ഔട്ട്പുട്ടല്ല, അത് ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ NDAയുടെ പ്രോസ്പെക്ട്സ് ഈ അസംബ്ലി ഇലക്ഷനിൽ വല്ലാതെ വർദ്ധിപ്പിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിന് വളരെയധികം വോട്ട് ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ഇലക്ഷൻസിൽ അവർക്ക് ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്നത് 14%. അതിനു മുമ്പ് 12%. 14-ൽ നിന്നും 6% വോട്ടെന്ന് പറഞ്ഞാൽ 12 ലക്ഷം വോട്ടാണ്. 12 ലക്ഷം 13 ലക്ഷം വോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇലക്ട്രൽ വിഷയം ഇവിടെയുണ്ടോ? ലോക്സഭയിൽ 2 പ്രധാന കാര്യങ്ങളുണ്ട്. ശ്രീ സുരേഷ് ഗോപിയെ പോലെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്, പ്രധാനമന്ത്രി നേരിട്ട് നടത്തുന്ന ക്യാമ്പയിൻ, പിന്നെ ശ്രീ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ഒരു ഫാൻ ബേസും കാര്യങ്ങളും ഉണ്ട്. ആ ഡ്രൈവേഴ്സ് ഈ ഇലക്ഷനിൽ ഉണ്ടോ? കാരണം തെരഞ്ഞെടുപ്പ് നടന്ന് ഗവൺമെൻറ് ഫോം ചെയ്യുമെന്ന് രൂപമില്ല. ഇനി അങ്ങനെ കരിസ്മാറ്റിക് കാൻഡിഡേറ്റ്സ് നിരവധി പേര് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 12 ലക്ഷം വോട്ട്. 12 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. 20 കീ സീറ്റ്സിൽ എടുത്തു കഴിഞ്ഞാലും അതിൽ എത്ര വോട്ട് വീതം ഒരു മണ്ഡലത്തിൽ പിടിക്കണം. അപ്പോൾ അത് ചിന്തിച്ച് നോക്കിയാൽ അത് പ്രാക്ടിക്കലാണോ? ചിലപ്പോൾ ആയിരിക്കും, നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത് നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ അറിയാം നെക്ക് ടു നെക്ക് റേസ് ആണോ, നല്ല മാർജിനുള്ള റേസ് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും.